ഹലോ, നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വാണിയംകുളം ചന്തയിലെ കുറച്ച് വിശേഷങ്ങൾ. നമ്മൾ വാണിയംകുളം ചന്തയിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് വാണിയംകുളം ചന്തയിലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗ്രൗണ്ടിലെ കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പെരുന്നാൾ കച്ചവടങ്ങളും പെരുന്നാൾക്ക് വന്ന നാടൻ പോത്തുകൾ, വരവ് പോത്തുകൾ, അവരുടെ വീഡിയോ ആണ് ചെയ്തത്. ഇതാണ് ശരിക്കും വാണിയംകുളം ചന്ത. വാണിയംകുളം ചന്തര വഴി കടന്ന് അപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചന്തയാണ് വാണിയംകുളം ചന്ത, മെയിൻ ചന്ത. ഓപ്പോസിറ്റ് നാടൻ കന്നുകളൊക്കെ നിർത്തി കച്ചവടം നടത്തുന്ന വാണിയംകുളം ചന്തയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇഷ്ടംമാതിരി കന്നുകൾ വന്നിട്ടുണ്ട്. ഇന്ന് മഴ പെയ്താകെ ചെളിയായിട്ടാണ് ചന്ത കിടക്കണേ. ഇഷ്ടംമാതിരി പശുക്കളും മൂരികളും അതുപോലെ തന്നെ വലിയ വലിയ പോത്തുകളും നല്ല ഫ്രെയിമുള്ള പോത്തുകളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് ചന്തയിൽ. ഇതേ ഭാഗത്തൊക്കെ നല്ല നല്ല ഫ്രെയിമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. വളർത്താൻ പറ്റിയ നല്ല രീതിക്ക് ഇറച്ചിനി കയറുന്ന വലുതാവുന്ന ടൈപ്പ് നല്ല കുട്ടികൾ, നാടൻ കുട്ടികൾ. അതേ ഭാഗത്തൊക്കെ ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളൊക്കെ ഉണ്ട്. വലിയ പോത്തുകളല്ല, എന്നാൽ ഇനി വളരുന്ന ടൈപ്പ് ഹരിയാന മുറ പോത്തുകളൊക്കെയാണ്, ക്രോസുകളൊക്കെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും നമ്മൾ പറയണില്ല. കാരണം വിലയും കാര്യങ്ങളും പറയുമ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്നത് ഇതതിൻ്റെ ശരിയായിട്ട് വിലയല്ല, കുറവാണ്, കൂടുതലാണ് എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോയിലൊന്നും വിലയും കാര്യങ്ങളൊന്നും പറയണില്ല. നല്ല പോത്താണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ നല്ല മാടാണെങ്കിൽ നല്ലതാണ്. അത് വളർത്താൻ പറ്റില്ല, അങ്ങനെയും പറയണുള്ളൂ. അല്ലാതെ അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും നമ്മളിനി പറയണില്ല. അത് നിങ്ങൾ തന്നെ ഒരു ഊഹിക്കുക, എത്ര വില ഉണ്ടാവും. ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോത്തുകൾക്ക് എത്ര വില ഉണ്ടാവുന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് കിടക്കാം. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇറച്ചിക്ക് പോണ പോത്തുകളാണ്. പിന്നെ ഈ ഭാഗത്ത് കുട്ടികളാണ്, നാടൻ പോത്ത് കുട്ടികൾ കുറേ ഉണ്ട് ഇന്ന് ചന്തയിൽ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടോ, തീരെ പൊടി കുട്ടികൾ, 100 കിലോയ്ക്ക് താഴെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. പറയുമ്പോൾ ഒന്നും പറയണുള്ളത്. ഈ ഭാഗത്തൊക്കെ നല്ല 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 അടിപൊളി ടോപ്പ് കുട്ടികളുണ്ട്. ഈ കാണുന്ന കുട്ടിയൊക്കെ സൂപ്പർ കുട്ടിയാണ്. ഈ ഭാഗത്തൊക്കെ നാടനകളാണ്, അത്യാവശ്യം വളർച്ച എത്തിയ 1-2 വയസ്സൊക്കെ എത്തിയ വലിയ രീതിയിൽ വളരാത്ത നാടൻ പോത്ത് കുട്ടികളാണ് അതൊക്കെ. ഇതിൽ കുറേ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ഇറച്ചിക്കൊക്കെ പോണ എരുമകളൊക്കെ ഉണ്ട് കേട്ടോ. കട്ടിങ്ങിന് പോണ ടൈപ്പ് എരുമകൾ. ഇതൊക്കെ എരുമ കുട്ടികളാണ്, പക്ഷേ ഇതൊന്നും ഇനി വളർത്താനായിട്ട് ഉപയോഗിക്കില്ല, കട്ടിങ്ങിന് പോകുന്നതാണ്. ഈ ഭാഗത്തൊക്കെ കുറേ എരുമകളൊക്കെ നിൽക്കുന്നുണ്ട്, പശുക്കളുണ്ട്. അതുപോലെ തന്നെ ഈ ജല്ലിക്കെട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് കാങ്കയം ഇനത്തിൽപ്പെട്ട കുറേ കാളകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ എരുമ നല്ലൊരു എരുമയാണ് കേട്ടോ. അത് ഫാമിൽ നിന്നൊക്കെ പ്രസവമൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ട് വയസ്സായിട്ട് ഇപ്പോൾ ഒഴിവാക്കിയുള്ള ടൈപ്പാണ്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി നല്ല നല്ല കാളകളും മൂരിക്കുട്ടന്മാരും ചെറിയതും വലുതൊക്കെ ഉണ്ട്. അതൊക്കെ ആ സൈഡിലൊക്കെ വണ്ടി കാളകളുണ്ടോ. ഇതാണ് ചന്തരം മെയിൻ വ്യൂ. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി മൂരിക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി കാളകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നാടൻ കാളകളാണ്, നമ്മുടെ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്ന, വീടുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പ് പശുക്കളും കാളക്കുട്ടികളൊക്കെയാണ്. കുറച്ച് പോത്ത് കുട്ടികൾ, എരുമകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇറച്ചിക്കുള്ള എരുമകൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ. ആ സൈഡിലൊക്കെ ഇഷ്ടംമാതിരി മൂരി കുട്ടികളുണ്ട് കേട്ടോ, നിറച്ചാണ്. ഭാഗത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ പോത്തിനേക്കാളും കൂടുതൽ എരുമകളും പിന്നെ വലിയ ഇറച്ചിക്ക് പോണ പശുക്കൾ, കറവ പശുക്കൾ, വലിയ വലിയ മൂരികളൊക്കെയാണ് പറഞ്ഞത്. ഈ ഭാഗത്തൊക്കെ ജല്ലിക്കണ്ണ് ഉപയോഗിക്കുന്ന അടിപൊളി കാളകൾ. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിൽ കളർ എന്നൊക്കെയാണ് പറയുക. ഫുൾ ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അടിപൊളി കാളകൾ ജല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ അവറ്റിങ്ങൾ തോൽക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഇറച്ചിക്ക് വേണ്ടി കൊടുക്കുക. പിന്നെ അവർ വളർത്തില്ല, ഇതിനെ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിച്ചുള്ള കാളകളാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു സെക്ഷൻ മൊത്തം അങ്ങനത്തെ കാളകളാണ്. ഒരു എണ്ണാൻ പറ്റില്ല, അത്രയും അധികം ആ ടൈപ്പ് കാളകൾ വന്നിട്ടുണ്ട്, ജല്ലിക്കണ്ണ് ഉപയോഗിക്കുന്ന ടൈപ്പ് കാളകൾ. അടിപൊളി വ്യൂ ആണ്. ഈ ഭാഗത്തൊക്കെ വണ്ടികൾ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു എരുമ ഇത്തിരി പ്രശ്നമൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അവർ ഡീൽ ചെയ്ത് ഇറക്കിയോളും. ഇങ്ങനെ ഇറക്കണ സമയത്തൊക്കെ നോക്കി ശ്രദ്ധിച്ച് ഇറക്കിയില്ലെങ്കിലാണ് പല എരുമകളും പോത്തുകളും ഇടച്ചിലും ഓടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് അവരത് ചെയ്തോളും, കാരണം അവർ അത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇറക്കുന്നതൊക്കെ. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി നല്ല അടിപൊളി കാളകളുണ്ട് കേട്ടോ. നല്ല കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി നിന്ന് നോക്കുക, അത്ര നല്ല പല ടൈപ്പ് കളറുകളുണ്ട് ഇതിൽ, കുറേ വെറൈറ്റി കളറുകൾ. അത് കാരണം നല്ല രസമുണ്ട് കാണാൻ പറ്റുകളൊക്കെ. അതൊക്കെ പെരുന്നാളിനൊക്കെ പോകുന്ന ടൈപ്പ് കളറാണ്, കാരണം വരിയൊന്നും ഉടക്കിച്ചിട്ടില്ല. നല്ല രീതിയിൽ ഇറച്ചി കയറി നല്ല മുറിയും കേടും ഒന്നുമില്ലാത്ത നല്ല രീതിയിൽ ഇറച്ചി കയറിയിട്ടുള്ള കാളകളാണ് ഇതൊക്കെ. ഇഷ്ടംമാതിരി കാളാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ കിട്ടിയത്.
അത് അറ്റം വരെ കാളകളൊക്കെ തന്നെയാണ്. ഇതേ ഒരു ഇഷ്ടംമാതിരി കാളകൾ. പശുക്കളുടെ സെക്ഷൻ കുറച്ചുകൊണ്ട് കയറിയിട്ടുണ്ട്. പശുക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പശുക്കളുടെ വീഡിയോ ഒക്കെ ചെയ്യാൻ ഓരോരുത്തർ പറയണൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിലൊക്കെ പെരുമ്പിലാവ് ചന്തര വീഡിയോ ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ പരമാവധി പശുക്കളുടെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പോത്തിൻ്റെ വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ പശുക്കളിലൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പശുക്കൾ, കറവ പശുക്കൾ, അതുപോലെ വളർത്താൻ പറ്റിയ നല്ല ടൈപ്പ് പശുവും കുട്ടികളിലേക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഭാഗത്തൊക്കെ ഉണ്ടാവും ഇഷ്ടംമാതിരി നിരക്കി കെട്ടിയിരിക്കുന്നത് കാളകൾ. നിരയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഒക്കെ ഒരേ ടൈപ്പ് പോലത്തെ ജല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്ന ടൈപ്പ് കാങ്കയം കാളയാണ്. കാങ്കയ ഇനത്തിലൊരു കാളകളാണ് ഇതൊക്കെ. അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന ടൈപ്പ് നമ്മുടെ HF ജേഴ്സിയുടെ കാളകളൊക്കെ ഉണ്ട്. വലിയ വലിയ കൂറ്റന്മാരൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ മൊത്തം കാളകളാണ്. ഇവിടെ നിന്ന് ടോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറച്ച് കാളകളെ മാറ്റി കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇത്തിരി പ്രശ്നക്കാരായിട്ടുള്ള ജല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്ന ടൈപ്പ് കാളകൾ തന്നെയാണ്. പ്രശ്നക്കാരാണെന്ന് തോന്നുന്നു. കാരണം അവരടുത്തേക്ക് ആരും പോകുന്നില്ല. സെപ്പറേറ്റ് മാറ്റിയാണ് 2 കയറൊക്കെ ഇട്ടാണ് കെട്ടിക്കണേ. അവിടെ ഒരു നല്ലൊരു പശുവും കുട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി കുട്ടിയാണ്, വളർത്താൻ പറ്റിയ കുട്ടിയാണ്. അതൊക്കെ ഇവിടെ 2 വണ്ടിക്കാളുകൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പശുവിനെയും കുട്ടീനെയും കച്ചവടമായിട്ട് മാറ്റി പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പിൽ ഈ സൈഡിൽ ഇറങ്ങുന്നിടത്ത് ഫുൾ പശുക്കളൊക്കെ ആയിരിക്കും കേട്ടോ. കറവ പശുക്കൾ, അതുപോലെ തന്നെ ഇറച്ചിക്ക് പോണ പശുക്കൾ, പശുക്കുട്ടികൾ, നല്ല HF ജേഴ്സി ഒക്കെ പശുക്കുട്ടികളുണ്ട്. ഇതവിടെ നല്ലൊരു പശു പ്രസവിച്ചൊരു 2 ആഴ്ച അതിൻ്റെ ആവുള്ളൂ. പശുക്കുട്ടിയും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയണില്ല. നിങ്ങൾ തന്നെ ഏകദേശം എത്ര വരുന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഭാഗത്ത് നല്ല കൂറ്റന്മാർ നിൽക്കുന്നുണ്ട്. പെരുന്നാൾ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നൊക്കെയാണ് ഇതിനൊക്കെ. ഇത് ഫാമുകളിൽ നിന്നൊക്കെ ക്രോസിങ്ങിനും മറ്റും നിർത്തുണ്ടായ കാളകളായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോകളിലൊക്കെ പശുക്കളും ഇതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതായിരിക്കും ഉടൻ തന്നെ. ഓക്കേ.